നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഏകാദശി വ്രതത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഏകാദശി വ്രതം എല്ലാ വ്രതങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതമായിട്ടാണ് പറയപ്പെടുന്നത്. പ്രതിപദം മുതലുള്ള 11ാം ദിവസമാണ് ഏകാദശി. ഏകാദശി വ്രതം നാം പൊതുവെ വിഷ്ണു പ്രീതിക്കും പാപങ്ങളെല്ലാം ഇല്ലാതാക്കാനുമായിട്ടാണ് എടുക്കുന്നത്. 24 ഏകാദശികൾ ഉള്ളതിൽ ഓരോ ഏകാദശിക്കും പ്രത്യേകം ഫലസിദ്ധി കൂടി പറയുന്നുണ്ട്. പൊതുവായിട്ട് പാപങ്ങൾ ഇല്ലാതാക്കാനും ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കാനും വിഷ്ണു പ്രീതിക്കും ഒക്കെ ആയിട്ട് വ്യാഴദോഷത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. ഏകാദശി തിഥി തന്നെ പല രീതിയിൽ ആചരിക്കുന്നുണ്ട്. സൂര്യോദയ സമയത്ത് ദശമി ബന്ധമുള്ള, അതായത് 10ാം തീയതി ബന്ധമുള്ള ഏകാദശിക്ക് ഭൂരിപക്ഷ ഏകാദശി എന്നും പിതൃപക്ഷ ഏകാദശി എന്നും പേരുണ്ട്. എന്നാൽ സൂര്യോദയത്തിന് ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്ക് ആനന്ദപക്ഷ ഏകാദശി എന്നും ദേവപക്ഷ ഏകാദശിയും എന്നും പേരുണ്ട്. ഇനി നമുക്ക് ഏകാദശി വ്രതത്തിന്റെ പുരാണ കഥ നമുക്ക് ഒന്ന് പശ്ചാത്തലം നോക്കാം. ഏകാദശി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ഒരു ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഒരു അസുരനാണ് താലജങ്കൻ. ആ താലജങ്കൻ എന്ന അസുരന്റെ മകനാണ് മുരൻ. താലജങ്കനും മകൻ മുരനും ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇരുവരും കൂടി ദേവലോകം ആക്രമിക്കുകയും ദേവേന്ദ്രപദം തട്ടിയെടുക്കുകയും ചെയ്തതിനാൽ ദേവേന്ദ്രന്മാർ മഹാദേവനെ ശരണം പ്രാപിക്കുകയുണ്ടായി. മഹാദേവനാകട്ടെ ദേവന്മാരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ദേവന്മാർ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് സങ്കടം ബോധിപ്പിച്ചു. ദേവന്മാരുടെ സങ്കടം കേട്ടപ്പോൾ വിഷ്ണുവിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീരൂപം, ശാലീനയായിട്ടുള്ള ഒരു സ്ത്രീരൂപം ഉത്ഭവിക്കുകയുണ്ടായി. വിഷ്ണുവിന്റെ അവതാരമായിട്ട് ആ ദേവിയെ കണക്കാക്കി. ആ ദിവസം ഏകാദശി തിഥി ആയിരുന്നതുകൊണ്ട് ആ ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരുണ്ടായി. ഇപ്രകാരം ദേവന്മാരെ സഹായിക്കാനായിട്ട് മഹാവിഷ്ണു ഏകാദശി ദേവിയെ ചുമതലപ്പെടുത്തി വിടുകയുണ്ടായി. മുരനുമായിട്ട് ദേവിയുടെ യുദ്ധമുണ്ടാകുകയും മുരനെ വധിക്കുകയും ചെയ്തു. തിരികെ മഹാവിഷ്ണു സവിധത്തിലെത്തിയ ദേവിയെ ഭഗവാൻ മഹാവിഷ്ണു അഭിനന്ദിക്കുകയും എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ദേവി സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാകണമെന്നും അത് മറ്റ് വ്രതങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കണമെന്നും മഹാവിഷ്ണുവിനോട് വരമായി അഭ്യർത്ഥിച്ചു. ഇപ്രകാരം മഹാവിഷ്ണു വരം കൊടുക്കുകയും ആ വ്രതത്തിന് ഏകാദശി വ്രതം എന്നറിയപ്പെടുകയും എല്ലാ വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായതായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിൽ നിന്നുത്ഭവിച്ച ഏകാദശി ദേവി മുരനെ കൊന്നതിനാൽ മഹാവിഷ്ണുവിന് മുരാരി എന്നുള്ള പേരും ലഭ്യമായി. 2 പക്ഷങ്ങളിലായിട്ട് ഓരോ പക്ഷത്തിലും 12 ഏകാദശി വീതം 2 പക്ഷങ്ങളിലുമായിട്ട് 24 ഏകാദശി ഉണ്ട്. ചന്ദ്രമാസ ഗണന പ്രകാരമാണ് ഇപ്രകാരം ഏകാദശി കണക്കുകൂട്ടുന്നത്. നാം ഇപ്പോൾ സൗരമാസമാണ് ആചരിക്കുന്നത് എങ്കിൽ കൂടി പഴയ കാലത്ത് ചന്ദ്രമാസത്തെ കണക്കാക്കിയിരുന്നു. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അനുസരിച്ചിട്ട് പ്രഥമ മുതൽ അമാവാസി വരെയും പ്രഥമ മുതൽ പൗർണമി വരെയുമുള്ള ആ 30 ദിവസത്തെയാണ് ചന്ദ്രമാസം എന്ന് പറയുന്നത്. ഇപ്രകാരം വെളുത്ത പക്ഷത്തിൽ ഒരു ഏകാദശിയും കറുത്ത പക്ഷത്തിൽ ഒരു ഏകാദശിയും വരും. അങ്ങനെ ആകെ ഒരു വർഷക്കാലം 24 ഏകാദശികൾ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കിനി ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ദശമി ദിനം ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക. വെറും തറയിൽ കിടന്നുറങ്ങുക. സഹശയനം പാടില്ല. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് പറ്റുമെങ്കിൽ ശുഭ്രവസ്ത്രം ധരിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ക്ഷേത്രത്തിൽ തന്നെ ഭജനം പാർക്കുവാൻ, അന്നേ ദിവസം മുഴുവനായിട്ട് ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് നാമജപം നടത്തുവാൻ സാധിക്കുന്നവർ അത് ചെയ്യുക. ഊണുറക്കം പാടില്ല. തുളസി തീർത്ഥം സേവിക്കാവുന്നതാണ്. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശി തിഥിയുടെ ആദ്യപാദവും ചേരുന്നതാണ് ഹരിവരാസനം. ഒരു പാദം എന്ന് പറയുന്നത് 15 നാഴികയാണ്. 15 നാഴിക ഏകാദശി തിഥിയുടെ അന്ത്യപാദവും 15 നാഴിക ദ്വാദശി തിഥിയുടെ ആദ്യപാദവും ചേരുമ്പോഴുള്ള 30 നാഴിക, അതായത് 12 മണിക്കൂർ സമയം ജലപാനം പോലും പാടില്ല എന്നുള്ളതാണ്. ആഹാരമേ പാടില്ല.
ജലപാനം പോലും ഇല്ലാതെ വ്രതം എടുക്കാൻ പറ്റുന്നവർ കൂടുതൽ ഫലസിദ്ധിക്ക് കാരണമാകുന്നതാണ്. തൈലം, താമ്പൂല ചർവണം, സ്ത്രീ സംഘം ഇത് പാടില്ല. കൂടാതെ പഞ്ചശുദ്ധി പാലിക്കുകയും വേണം. ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വിഷ്ണു പൂജ ചെയ്യാൻ അറിയാവുന്നവർ വിഷ്ണു പൂജ ചെയ്യുക. അതിന് സാധിക്കാത്തവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിലെത്തി ദാനമോ വഴിപാടോ ചെയ്തതിന് ശേഷം വീട്ടിലെത്തി പാരണ നിർവഹിക്കുക എന്ന് പറയും. പാരണ എന്ന് പറയുന്നത് വ്രതസമാപ്തിക്കായിട്ടുള്ള ഭക്ഷണത്തെയാണ്. പാരണ നിർവഹിച്ചതിന് ശേഷം അന്നേ ദിവസം പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ജലപാനം ഒഴിവാക്കി വ്രതം ഇരിക്കണം എന്നുള്ള കാര്യം ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുളസി തീർത്ഥമോ അത്യാവശ്യം ഒരു സമയം പഴവർഗ്ഗങ്ങൾ ലഘുവായിട്ടോ ഭക്ഷിച്ചുകൊണ്ട് നമുക്ക് വ്രതത്തെ കൊണ്ടുപോകാം. എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ, അതായത് ദശമി, ഏകാദശി, ദ്വാദശി, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അരിഭക്ഷണം ഒഴിവാക്കണം. നാം സാധാരണയായിട്ട് ഭക്ഷിച്ചു വരുന്ന, നാം സാധാരണയായിട്ട് ശീലിച്ചു വരുന്ന, നാം സാധാരണയായിട്ട് നമ്മളുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങൾ എല്ലാത്തിനെയും ഇല്ലാതാക്കി പൂർണ്ണമായിട്ടും മഹാവിഷ്ണുവിലും ഏകാദശി ദേവിയിലും ലയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ചിന്തയിലേക്ക്, പുതിയ രൂപത്തിലേക്ക് മാറുന്ന ആ ദിവ്യമായിട്ടുള്ള വ്രതത്തെയാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത്. ഇപ്രകാരം ചെയ്യുക വഴി നമ്മുടെ പൂർവ്വ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപത്തെ ഇല്ലാതാക്കുകയും നമുക്ക് മഹാവിഷ്ണു പ്രീതി ലഭിക്കുകയും വ്യാഴത്തിന്റെ ദോഷദുരിതങ്ങൾ ഇല്ലാതാകുകയും ഒക്കെ ചെയ്യും. ഒരു വർഷത്തിൽ 24 ഏകാദശി ഉണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിനും പ്രത്യേകം സംസ്കൃത നാമങ്ങളുണ്ട്. ഓരോന്നിനും പ്രത്യേകം ഫലദാന വിഷയത്തിൽ പ്രത്യേകമായിട്ട് വിശേഷങ്ങളുണ്ട്. ഓരോ ഏകാദശിക്കും അപ്രകാരമുള്ള വിശേഷവും ആ ഏകാദശിയുടെ പേരും ആ ഏകാദശി വ്രതത്തിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം ഏകാദശി വ്രതത്തിന്റെ ലഘുവായിട്ടുള്ള വിവരണവും അജ ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യവും ഐതിഹ്യവും അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാവുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അജ ഏകാദശി വ്രതം നോറ്റാൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് വിശ്വാസം. നമുക്ക് ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യവും മറ്റും പ്രാരംഭമായി ലഘുവായിട്ടൊന്ന് പരിശോധിക്കാം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 തിഥികളിൽ ഏകാദശി വ്രതത്തിന് പ്രാധാന്യമുണ്ട്. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രത ആരംഭം ചെയ്യുകയാണ്. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നത് കൂടുതൽ ഗുണപ്രദമാണ്. ജലപാനം പോലും ചെയ്യാതെ വ്രതം നോക്കുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതൊക്കെ ഒഴിവാക്കി അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ വ്രതമെടുക്കുന്നതാണ് ഉത്തമം. അങ്ങനെയുള്ളവർ അരിഭക്ഷണം ഒഴിവാക്കി ഗോതമ്പ്, ചാമ തുടങ്ങിയ ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് ഉപവാസത്തെ പൂർണ്ണമാക്കാം. ഏകാദശി നാളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതിന് സാധിക്കാത്തവർ വിഷ്ണു പ്രതിമയോ ഫോട്ടോയോ ഒക്കെ വെച്ച് മഹാവിഷ്ണുവിന്റെ പ്രാർത്ഥന നടത്തേണ്ടതാണ്. എല്ലാ വ്രതങ്ങൾക്കും പോലെ പകലുറക്കം ഏകാദശി വ്രതത്തിനും നിഷിദ്ധമാണ്. രാത്രി ഉറങ്ങാതെ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് വ്രതം നോക്കുന്ന ജനതയുമുണ്ട്. ദ്വാദശി നാളിൽ ഹരിവരാസന സമയം കഴിഞ്ഞതിന് ശേഷമാണ് പാരണ വീഴേണ്ടത്. പാരണ വീഴുക എന്ന് പറഞ്ഞാൽ തുളസി ജലം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക എന്നാണ്. വ്രതദിനത്തിൽ തുളസി തീർത്ഥമാണ് എല്ലാവരും സേവിക്കേണ്ടത്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് തുളസി കൊണ്ട് മാല കെട്ടി ഫോട്ടോയിലോ ഭഗവാന്റെ വിഗ്രഹത്തിലോ വീട്ടിൽ തന്നെ ചാർത്തിക്കൊണ്ട് 108 പ്രാവശ്യം ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കുന്നവർക്ക് സഹസ്രനാമം ജപിക്കാം. ഏകാദശി ദിവസം തുളസിയില നുള്ളാൻ പാടില്ല എന്നാണ് പറയുന്നത്. തുളസിക്ക് പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോദ്ഭൂതേ, തുളസിത്വാം നമാമ്യഹം എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് തുളസി ദേവിയെ പ്രദക്ഷിണം ചെയ്താൽ ഫലം ഇരട്ടിയാണ് എന്നാണ് വിശ്വാസം. ദ്വാദശി കഴിയുന്നതിന് മുമ്പ് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടണം എന്നാണ് ഏകാദശി വ്രതത്തിന്റെ മാനദണ്ഡം. ഏകാദശിയുടെ അവസാന 15 നാഴികയും
ദ്വാദശിയുടെ ആദ്യ 15 നാഴികയും ചേരുന്നതാണ് ഹരിവരാസന സമയം. ഈ സമയം പൂർണ്ണമായിട്ട് അന്ന ജലപാനാദികളെല്ലാം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. ഹരിവരാസന സമയത്ത് പൂർണ്ണമായിട്ടും ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ സമയവും ഉപവാസം നോൽക്കുന്നത് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി അജ ഏകാദശി വ്രതത്തിന്റെ വ്രതകഥയാണ് പറയുന്നത്. അതിന്റെ മഹാത്മ്യവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അർജുനൻ ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. അല്ലയോ കൃഷ്ണ ഭഗവാനെ, ഭദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയുടെ വ്രതത്തിന്റെ മഹാത്മ്യം ഒന്ന് പറഞ്ഞു തന്നാലും എന്നാണ് കൃഷ്ണനോട് അർജുനൻ ചോദിച്ചത്. ഈ ഏകാദശിയുടെ പേരെന്താണ്? അതിന്റെ വ്രതത്തിന്റെ നിയമങ്ങളും പ്രത്യേകതകളും ഒക്കെ അങ്ങ് പറഞ്ഞു തന്നാലും. കുന്തിയുടെ പുത്രനായിട്ടുള്ള അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അജ ഏകാദശിയുടെ വ്രതകഥയായിട്ട് പറയപ്പെടുന്നത്. ഇത് ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് അജ ഏകാദശി. അതായത് നമ്മുടെ ചിങ്ങമാസമാണ് ഭാദ്രപദ മാസം. 2022 ഓഗസ്റ്റ് 22-ാം തീയതി ഈ വരുന്ന ദിവസമാണ് ഈ വർഷത്തെ അജ ഏകാദശി വ്രതം. ഏകാദശി വ്രതം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. അജ ഏകാദശി വ്രതവും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ഏകാദശി വ്രതത്തോളം പ്രാധാന്യമുള്ള പ്രയോജനമുള്ള മറ്റൊരു വ്രതവും ഇല്ല എന്നാണ് വിശ്വാസം. ഭഗവാൻ ശ്രീകൃഷ്ണൻ കഥ തുടരുകയാണ്. ഹരിശ്ചന്ദ്ര മഹാരാജാവ് സത്യസന്ധതയ്ക്ക് പേരുകേട്ട ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ്രമതിയും മകൻ ലോഹിതാശ്വനും അടങ്ങുന്ന കുടുംബം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും രാജ്യഭരണം നടത്തുകയുമായിരുന്നു. ദേവന്മാർ ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ സത്യസന്ധതയും ഈശ്വര വിശ്വാസവും ഒക്കെ പരീക്ഷിക്കുന്നതിനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തന്റെ രാജ്യം താൻ വിശ്വാമിത്രന് ദാനം ചെയ്തതായിട്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഒരു ദിവസം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. പിന്നീട് ആ സ്വപ്നം ഫലവത്താവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മുക്തിമാർഗത്തിനായിട്ട് അദ്ദേഹത്തിന് സ്വപ്നദർശനം അനുസരിക്കേണ്ടതായിട്ട് വന്നു. വിശ്വാമിത്ര മഹർഷിക്ക് തന്റെ രാജ്യം അദ്ദേഹം ദാനം ചെയ്യുകയുണ്ടായി. രാജ്യത്തോടൊപ്പം മറ്റെന്താണ് വേണ്ടതെന്ന് വിശ്വാമിത്ര മഹർഷിയോട് രാജാവ് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി 500 സ്വർണ്ണ നാണയങ്ങൾ കൂടി ഇതോടൊപ്പം സംഭാവന നൽകണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഖജനാവിൽ നിന്ന് 500 സ്വർണ്ണ നാണയങ്ങൾ എടുത്തു നൽകുവാനായിട്ട് തുനിഞ്ഞ ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ വിശ്വാമിത്ര മഹർഷി തടയുകയുണ്ടായി. രാജാവ് രാജ്യം ദാനം നൽകി കഴിഞ്ഞു എന്നും ഭണ്ഡാരത്തിലുള്ള സ്വർണമെല്ലാം ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ ഉടമസ്ഥതയിലാണ് എന്നും അദ്ദേഹം മഹർഷി രാജാവിനെ ധരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത ധനം വേണം ദാനം ചെയ്യാൻ എന്നും അങ്ങനെ സ്വരൂപിച്ച സ്വർണം മാത്രമേ അദ്ദേഹം ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നും വിശ്വാമിത്ര മഹർഷി ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെ വാക്കുപാലിക്കാൻ വേണ്ടി ഭാര്യയെയും മകനെയും ഹരിശ്ചന്ദ്ര മഹാരാജാവിന് വിൽക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടും പണം തികയാതെ വന്നപ്പോൾ സ്വയം വിൽക്കപ്പെടുകയും ചെയ്തു. ഒരു ചണ്ടാലനാണ് രാജാവ് സ്വയം വിൽക്കപ്പെട്ടത്. അങ്ങനെ ഭാര്യയെയും മകനെയും സ്വയവും വിറ്റ് കിട്ടിയ തുക കൊണ്ട് 500 സ്വർണ്ണ നാണയം വാങ്ങി രാജാ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ദാനം പൂർത്തിയാക്കുകയുണ്ടായി. എന്നാൽ ചണ്ടാലൻ ഇദ്ദേഹത്തിന് ശ്മശാനത്തിലെ ജോലിയിൽ ഏർപ്പെടുത്തുകയുണ്ടായി. ശവസംസ്കാരത്തിന് നികുതി പിരിക്കേണ്ട കടമയാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിന് അദ്ദേഹം ഏർപ്പെടുത്തിയത്. ശ്മശാനത്തിൽ പണം വാങ്ങുക എന്നുള്ളത് പാപകർമ്മമായിട്ടാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവ് കരുതിപ്പോകുന്നത്. ഈ പാപങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് അദ്ദേഹം ഒരു ഉപായം തേടി നടക്കുകയായിരുന്നു. ഹരിശ്ചന്ദ്ര രാജാവിന്റെ കൂടുതൽ കഥകൾ, പൂർണ്ണമായിട്ടുള്ള കഥകൾ എന്റെ മറ്റൊരു ചാനലായിട്ടുള്ള കഥാസരിത് സാഗരം എന്നുള്ള ചാനലിൽ പിന്നീട് അറിയിക്കുന്നതാണ്. കഥാസരിത് സാഗരം എന്നൊരു ചാനൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പുരാണ കഥകൾ എല്ലാവരുടെയും അറിവിലേക്കായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. തന്റെ തൊഴിൽ വഴിയുള്ള പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഉപായം ചോദിച്ച് ഹരിശ്ചന്ദ്ര രാജാവ് യാദൃശ്ചികമായി ഗൗതമ മുനിയെ ശ്മശാനത്തിൽ കാണുകയുണ്ടായി. ഈ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അദ്ദേഹം ഗൗതമ മുനിയോട് ആരാഞ്ഞു. ഈ മഹാപാപത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയായിട്ടുള്ള
അജയ ഏകാദശിക്ക് വ്രതം നോൽക്കാനാണ് ഗൗതമ മഹർഷി ഹരിശ്ചന്ദ്ര രാജാവിന് ഉപദേശിച്ചത്. അജയ ഏകാദശി ദിവസം ഹരിശ്ചന്ദ്ര രാജാവ് സമ്പൂർണമായിട്ട് ഏകാദശിയും ദ്വാദശിയും ഒക്കെ ഉണർന്നിരുന്നു കൊണ്ട് പൂർണ്ണ വ്രതത്തെ എടുത്തു എന്നാണ് കഥ പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഹരിശ്ചന്ദ്ര രാജാവിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കപ്പെട്ടു എന്ന് പറയുന്നു. ഹരിശ്ചന്ദ്ര രാജാവ് വ്രതം പൂർത്തിയാക്കിയ സമയത്ത് ആകാശത്ത് വാദ്യമേളങ്ങൾ കേൾക്കുകയുണ്ടായി. സ്വർഗത്തിൽ നിന്ന് പെരുമ്പറ മുഴങ്ങുകയും പൂക്കൾ ആകാശത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കൂടാതെ ദേവേന്ദ്രനും ദേവഗണങ്ങളും ഒക്കെ തന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കൂടാതെ തന്റെ മരിച്ചുപോയ മകനും ഭാര്യയും ഒക്കെ പൂർണ്ണ രാജകീയ വേഷത്തിൽ തന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ വ്രതത്തിന്റെ മാഹാത്മ്യം മൂലം അദ്ദേഹത്തിന് തന്റെ രാജ്യം തിരികെ കിട്ടുകയുണ്ടായി. വാസ്തവത്തിൽ വിശ്വാമിത്ര മഹർഷി ഇത് രാജാവിന്റെ ഭക്തിയെയും സത്യസന്ധതയും പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. മുനി സൃഷ്ടിച്ച എല്ലാ മിഥ്യാധാരണകളും തിരുത്തി കുറിച്ചുകൊണ്ട് ഹരിശ്ചന്ദ്ര മഹാരാജാവ് അജയ ഏകാദശി വ്രതം നോറ്റ് തന്റെ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനാവുകയും തന്റെ രാജ്യം തിരികെ നേടുകയും ചെയ്തു. അവസാനം ഹരിശ്ചന്ദ്ര രാജാവ് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അജയ ഏകാദശി വ്രതം നോൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും പാപങ്ങളെല്ലാം ഇല്ലാതായി സ്വർഗപ്രാപ്തി ലഭിക്കുന്നതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. അജയ ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യം പറയുന്ന ഈ കഥ കേട്ടാൽ മാത്രം അശ്വമേധ യാഗം ചെയ്തതിന്റെ ഫലം ലഭിക്കുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഇത് കേട്ട എല്ലാ ഭക്തജനങ്ങൾക്കും സമ്പൂർണമായി ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രസീദ തുളസീ ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭൂതേ തുളസീത്വാം നമാമ്യഹം. തുളസിയിട്ട ജലം സേവിക്കുക, ശക്തിക്കൊത്ത രീതിയിൽ ഈ വ്രതത്തെ എടുക്കുക, എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും. ഇന്ന് നമുക്ക് അപര ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യവും അതിന്റെ കഥയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപര എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠമായത്, പരമമായത് എന്നാണ്. അതായത് ഇതിനപ്പുറം മറ്റൊന്നില്ല എന്നുള്ള അർത്ഥം. കൂടാതെ പരിധിയില്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം, വളരെ അധികം എന്നുള്ള അർത്ഥവും നമുക്കതിന് കൽപ്പിക്കാം. അതുകൊണ്ട് തന്നെ അപര ഏകാദശി മറ്റ് ഏകാദശികളെ പോലെ തന്നെ ഒരുപക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ട് പ്രാധാന്യമുള്ള ഏകാദശി തന്നെയാണ്. അപര ഏകാദശി ഭദ്രകാളിക്ക് പ്രാമുഖ്യമുള്ള ഒരു ഏകാദശിയും കൂടിയാണ്. പരാശക്തിയുടെ മൂന്നാമത്തെ ഭാവമാണ് ഭദ്രകാളി. ഭദ്രകാളി ജയന്തി ഈ അപര ഏകാദശി ദിവസം ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനോടൊപ്പം ഭദ്രകാളി പ്രീതിയും അപര ഏകാദശി ആചരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപര ഏകാദശിയെ ആചരിക്കുന്നവരെ വിഷ്ണു ഭഗവാൻ അപാരമായിട്ടുള്ള ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. കൊടും പാപങ്ങളിൽ നിന്ന് പോലും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ രക്ഷിക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുന്നതിന് ഈ ഏകാദശി വ്രതം ഉത്തമമാണ്. എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ ഇല്ലാതാക്കി പരമമായ വെളിച്ചം പകരുന്നത്, അതേപോലെയാണ് ഈ ഏകാദശി വ്രതം നോൽക്കുന്നവർക്ക് ഭക്തരുടെ പാപങ്ങളെ ഇല്ലാതാക്കി ശുഭഫലം ഭഗവാൻ നൽകുന്നത്. അപര ഏകാദശി വ്രതമെടുക്കുന്നവരും അന്നേ ദിവസം വ്രതമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കേണ്ടതാണ്. കൂടാതെ അത്ഭുത ശക്തി വിശേഷമുള്ള നാമത്രയ മന്ത്രങ്ങളായിട്ടുള്ള ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്നീ 3 മന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുള്ള നാമത്രയം, അതും പരമാവധി അന്നേ ദിവസം സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ജപിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഫലത്തെ നൽകും. കൂടാതെ വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തര ശതനാമാവലി എന്നിവയൊക്കെ ജപിക്കുന്നതും അതിവിശേഷമാണ്. അപര ഏകാദശി അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അതിവിശേഷപ്പെട്ട വസ്തുക്കളും ദ്രവ്യങ്ങളും ഒക്കെ ദാനം ചെയ്താൽ ലഭിക്കുന്ന അത്രയ്ക്ക് പുണ്യത്തെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഒരു വർഷത്തിൽ 24 ഏകാദശി ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള പേരുകളും സവിശേഷമായിട്ടുള്ള പുണ്യഫലങ്ങളുമുണ്ട്.
2023 മെയ് മാസത്തിലെ 15-ാം തീയതി അപര ഏകാദശിയാണ്. അന്നേ ദിവസം തിങ്കളാഴ്ചയാണ്. വൈശാഖ മാസം അഥവാ ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത വാവിൽ വരുന്ന ഏകാദശി തിഥിയിലാണ് ഈ അപര ഏകാദശി ആചരിക്കേണ്ടത്. ഈ ഏകാദശി, അതായത് അപര ഏകാദശി, അചല ഏകാദശി എന്നും പറയാറുണ്ട്. സാധാരണയായി മലയാള മാസങ്ങൾ മേടം ഇടവം മാസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വരുന്നത്. അപര ഏകാദശി അഥവാ അചല ഏകാദശി ആചരിക്കുന്നവർ വിഷ്ണു ഭഗവാനെ ത്രിവിക്രമനായി കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. മഹാബലിയോട് ഭൂമിയും ആകാശവും ഒക്കെ അളന്നിട്ട് മൂന്നാമത്തെ ചെവിട് വയ്ക്കാൻ സ്ഥലം എവിടെ എന്ന് ചോദിച്ച ഭഗവാന്റെ ആ ഭാവത്തെയാണ് ത്രിവിക്രമ ഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം വ്രതമനുഷ്ഠിച്ചാൽ ഏത് പാപങ്ങളും ഇല്ലാതാകും എന്ന് വിശ്വാസം. നാം ചെയ്ത പാപഫലങ്ങളാണ് നമ്മളെ ദുരിതത്തിൽ തളച്ചിടുന്നത്. പാപങ്ങൾ ഇല്ലാതാകുന്നതുവരെ നമ്മുടെ ദുരിതങ്ങൾ അവസാനിക്കില്ല. ദുരിതങ്ങളും തടസ്സങ്ങളും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ഇല്ലാതാകുമ്പോൾ തടസ്സങ്ങളെല്ലാം അകന്നുപോയി ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കും. കൂടാതെ ആഗ്രഹ സാഫല്യത്തിനും ഇഹലോകത്തും പരലോകത്തുമൊക്കെ എല്ലാത്തരം സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് അപര ഏകാദശി അത്യുത്തമമാണ്. ഏകാദശി വ്രതത്തിന്റെ മാഹാത്മ്യം മുമ്പ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ പ്രകാരം എല്ലാ വ്രതത്തിലും ആചരിക്കേണ്ട പോലെ തന്നെ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കൽ എടുത്തുകൊണ്ടാണ് ഏകാദശി ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ ദശമി ദിവസം രാവിലെ കുളിച്ച് വൃത്തിയായി വ്രതം ആരംഭിച്ച് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു നേരം ആഹാരം കഴിച്ച് ഈ അപര ഏകാദശി വ്രതം എടുക്കാം. പൂർണ്ണ ഉപവാസം സാധിക്കാത്തവർക്ക് പഴവർഗ്ഗങ്ങളൊക്കെ ലഘുവായിട്ട് കഴിച്ചുകൊണ്ട് അപര ഏകാദശിയെ എടുക്കാം. ദശമി ദിവസവും ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും ഒക്കെ മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. ദ്വാദശി ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാരണ വീടി കഴിഞ്ഞതിന് ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നാൽ അന്നേ ദിവസവും മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചിലരൊക്കെ വ്രതം തീരാനിരിക്കും ഓടിപ്പോയി മത്സ്യമാംസാദികൾ കഴിക്കുന്ന ശീലമുണ്ട്. അതില്ലാതെ പറ്റില്ല. വ്രതമെടുക്കുന്നവർ തീർച്ചയായിട്ടും ഏകാദശി വ്രതമെടുക്കുന്നവർ ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തീയതികളിൽ തീർച്ചയായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. ഏകാദശി വ്രത ദിവസം പരമാവധി മൗനവ്രതത്തെ ആചരിക്കുന്നത് വളരെ വിശേഷമാണ്. പരമാവധി സംസാരവും മറ്റുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കുറയ്ക്കുക. ഈശ്വരന്റെ നാമം ജപിക്കുക. ഏകാദശി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവരാസര സമയം. ഏകാദശി തിഥിയുടെ ഏറ്റവും അവസാനത്തെ 15 നാഴികയും അഥവാ 6 മണിക്കൂർ, അടുത്ത ദ്വാദശി ദിവസത്തിലെ ദ്വാദശിയുടെ ആദ്യ 15 നാഴികയും, അതായത് അവിടെയും വരുന്ന 6 മണിക്കൂർ, 6 12 മണിക്കൂർ, ആകെ 30 നാഴിക സമയം. അതിനാണ് ഹരിവരാസര സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് മഹാവിഷ്ണുവിനെ പ്രത്യേകമായിട്ട് വിശേഷമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലി ഭജിക്കുന്നത് അതിവിശേഷമാണ്. ഹരിവരാസര സമയത്ത് ജലപാനം പോലും ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്ന ധാരാളം പേരുണ്ട്. അത് അതിവിശേഷ ഫലത്തെ നൽകും. എല്ലാ മാസവും 2 ഏകാദശി വീതം ഉണ്ടെന്ന് പറഞ്ഞു. കറുത്തപക്ഷത്തിലും വെളുത്തപക്ഷത്തിലും വരുന്ന ഏകാദശി തിഥികൾ വെളുത്തപക്ഷത്തിലെ ഏകാദശിക്ക് കൂടുതൽ വിശേഷ ഫലത്തെ പറയാറുണ്ട്. ഏകാദശി വ്രതം തീർന്നാലും ചിലപ്പോഴൊക്കെ ഹരിവരാസര സമയം തുടരാറുണ്ട്. ഏകാദശി മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ്. ഹരിവരാസരം എന്നാൽ ഹരി എന്നാൽ വിഷ്ണു എന്നും വാസരം എന്നാൽ ദിവസം എന്നുമാണ് അർത്ഥം. അതായത് ഹരിവരാസര സമയം എന്നത് മഹാവിഷ്ണുവിൻ്റെ അതിവിശേഷപ്പെട്ട സമയം എന്നാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് വേണം വ്രതം എടുക്കാനായിട്ട്. 2023 മെയ് 15-ാം തീയതി രാത്രി 7:32 ആരംഭിക്കുന്ന ഹരിവരാസരം മെയ് 16-ാം തീയതി കാലത്ത് 6:43 അവസാനിക്കുന്നത്. അതായത് മെയ് 15 രാത്രിയിൽ ആരംഭിക്കുന്നു, മെയ് 16 കാലത്ത് അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഹരിവരാസര സമയം വ്രതമെടുക്കുന്നവർക്ക് കൂടുതൽ എളുപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് മെയ് 15 രാത്രി 7:32 മുമ്പ് കഠിന വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ലഘുവായിട്ട് ഫലമൂലാദികൾ കഴിച്ചുകൊണ്ട് ഹരിവരാസര സമയത്തെ അന്നപാനാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ അത്യുത്തമ ഫലത്തെ അത് നൽകും. പിറ്റേന്ന് കാലത്ത് 6:43 ഹരിവരാസരം അവസാനിക്കുകയാണ്. അതിനുശേഷം കുളിച്ച് ശുദ്ധമായി ക്ഷേത്ര ദർശനം നടത്തി പാരണ വീടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപര ഏകാദശി അഥവാ
അചല ഏകാദശി എന്ന് വിളിക്കുന്ന ഈ ഏകാദശി അതിവിശേഷമാണ് എന്ന് മനസ്സിലായി കാണും. കൂടാതെ ഭദ്രകാളി ജയന്തിയായും ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മഹാവിഷ്ണുവിനോടൊപ്പം ഭദ്രകാളിയുടെ പ്രീതിയും ഈ ഏകാദശി വ്രതം നോക്കുന്നതിലൂടെ വിശേഷമായിട്ട് ലഭിക്കും. എല്ലാവരും ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെ അറിയുക, പ്രയോജനപ്പെടുത്തുക. വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രീതി നേടുക, ഭദ്രകാളി ഭഗവതിയുടെയും പ്രീതി നേടുക. ഇന്ന് ഞാൻ ഏകാദശി വ്രതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശി വ്രതത്തിന്റെ ഗുണങ്ങളാണ്, അതിന്റെ കാര്യങ്ങളെല്ലാമാണ് പ്രതിപാദിക്കുന്നത് ഇന്നത്തെ വീഡിയോയില്. സർവപാപഹരമാണ് ഏകാദശി വ്രതം. നിരവധി ഏകാദശി വ്രതങ്ങളുള്ളതിൽ ഏറ്റവും വിശേഷപ്പെട്ടത് എന്നറിയപ്പെടുന്ന വ്രതമാണ് ഗുരുവായൂർ ഏകാദശി. മഹാവിഷ്ണു പ്രീതിക്ക് അത്യുത്തമമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചുള്ള അതിന്റെ സർവകാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഗുരുവായൂർ ഏകാദശി വ്രതം നോൽക്കുന്നയാൾക്ക് മോക്ഷദായകനായ ഗുരുവായൂരപ്പന്റെ സർവവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കുന്ന സർവപാപഹരമായിട്ടുള്ളതാണ് ഗുരുവായൂർ ഏകാദശി വ്രതം. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിനത്തിലാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതായത് കർത്തവാവ് കഴിഞ്ഞ് വരുന്ന 11ാമത്തെ ദിനമാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന 11ാമത്തെ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ഇനി നമുക്ക് വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊന്ന് നോക്കാം. തലേ ദിവസം ഒരിക്കൽ ഊണ് മാത്രമാണ് ഗുരുവായൂർ ഏകാദശിക്ക് വിധിച്ചിട്ടുള്ളത്. ശാരീരിക അവശതകൾ ഉള്ളവർ ആ ദിവസത്തെ വ്രതം ഒഴിവാക്കാം. തലേ ദിവസം ഒരു നേരം അരിയാഹാരം, ബാക്കി മറ്റു നേരങ്ങളിൽ കഴിയുന്നത്ര ആഹാരം ലഘുവാക്കിക്കൊണ്ട് ഉപവാസം എടുക്കുക, മന്ത്രജപം നടത്തുക, ഭഗവാനെ വിളിക്കുക. ഏകാദശി ദിനം സൂര്യോദയത്തിന് മുമ്പായിട്ട് ഉണർന്ന് കുളിച്ച് ശുദ്ധമായി ശുഭവസ്ത്രങ്ങൾ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ത്രികാലങ്ങളിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. കാലത്ത് ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണം സാവകാശം വെച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, ഭാഗ്യസൂക്ത അർച്ചന, പുരുഷസൂക്ത അർച്ചന, വിഷ്ണു സൂക്ത അർച്ചന എന്നീ വഴിപാടുകൾ നടത്താവുന്നതാണ്. ഈ സൂക്തങ്ങളൊക്കെയും അന്നേ ദിവസം ജപിക്കുന്നത് വിശേഷ ഫലത്തെ പ്രദാനം ചെയ്യും. സൂക്തങ്ങളൊക്കെ അറിയാവുന്നവർ നിർബന്ധമായിട്ടും ജപിക്കുക. ഏകാദശി ദിവസം അരി ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ആവശ്യമെങ്കിൽ ഗോതമ്പ് ഭക്ഷണം കഴിക്കുക. ബാക്കി സമയങ്ങളിലൊക്കെ ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ 2 നേരം ലഘുവായിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കുക. തുളസിയില ഇട്ടുവെച്ച വെള്ളം കുടിക്കുക. തലേ ദിവസത്തെ കാര്യം പറഞ്ഞു. സാധിക്കാത്തവർ ഒരു ദിവസം മാത്രമായിട്ട് വ്രതമെടുക്കുക. പൂർണ്ണമായിട്ടും ഭക്തിയോടും നിഷ്ഠയോടും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലത്തെ നൽകുന്നതാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടുവാനായിട്ട് ഭഗവത് നാമങ്ങൾ ഉരുവിടുക. 7 ജന്മത്തിലെ പാപങ്ങൾ ഇല്ലാതാക്കുന്നതായിട്ടാണ് പുരാണങ്ങളിൽ ഈ ഏകാദശി വ്രതത്തെക്കുറിച്ചും വിശിഷ്യ ഗുരുവായൂർ ഏകാദശിയെ കുറിച്ചും പറയപ്പെടുന്നത്. അന്നേ ദിവസം പകലുറക്കം പാടില്ല. വ്രത ദിവസങ്ങളിൽ പകലുറക്കം ഒഴിവാക്കുക. ഭക്തിയോടും മനഃശുദ്ധിയോടും കൂടി വ്രത ദിവസം മുന്നോട്ട് പോവുക. 7 ജന്മത്തിലെ പാപങ്ങൾ ഇല്ലാതാക്കുന്നതോടൊപ്പം രോഗശാന്തി, കുടുംബ ഐശ്വര്യം, മനഃശാന്തി, ആയുരാരോഗ്യം, സമ്പത്ത്, കീർത്തി, ശത്രുനാശം, സന്താനഭാഗ്യം ഇവ കൈവരുന്നതാണ്. ഗുരുവായൂർ ഏകാദശിയുടെ വിശേഷം എന്ന് പറയുന്നത് അത് പ്രതിഷ്ഠാ ദിനമാണ്. ലോകൈകനാഥനായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ഗുരുവായൂരേക്ക് എഴുന്നള്ളുന്ന ദിവസമായിട്ടാണ് ഗുരുവായൂർ ഏകാദശിയെ കരുതപ്പെടുന്നത്. മുരൻ എന്ന അസുരനെ കുറിച്ചും മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഏകാദശികളെ കുറിച്ചും
ഏകാദശിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഇനിയൊരു വീഡിയോ ചെയ്യുന്നതാണ്. സമയക്കുറവ് കൊണ്ട് ഈ വീഡിയോയിൽ കൂടുതൽ കഥാംശങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. 1000 അശ്വമേധത്തിന് തുല്യമായിട്ടും 101 വാജപേയ യാഗത്തിന് തുല്യമായിട്ടുമാണ് ഏകാദശി വ്രതത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഗുരുവായൂർ ഏകാദശി ദിവസത്തില് ഓരോരോ കാര്യസാധ്യത്തിനായിട്ട് എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം, ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം വഴിപാടുകളെ ചെയ്താൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും എനം തിരിച്ച് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇഷ്ടസന്താന ലബ്ധിക്കായിട്ട് പുരുഷ സൂക്ത അർച്ചന നടത്തുക. ഭാഗ്യവർദ്ധനവിനും സാമ്പത്തിക പുരോഗതിക്കുമായിട്ട് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. രോഗമുക്തി നേടി ആയുർവർദ്ധനവിനായിട്ട് ആയുർ ഗോപാല മന്ത്രാർച്ചന നടത്തുക. ബുദ്ധി വികാസത്തിനും മറ്റുമായിട്ട് വെണ്ണ നിവേദ്യം നടത്തുക. ധനധാന്യ വർദ്ധനവിനായിട്ട് പാൽപായസം വഴിപാട് ചെയ്യുക. ദേഷ്യം, ടെൻഷൻ ഇവ ഒഴിവാക്കി കുടുംബ സുഖത്തിനായിട്ട് പാലഭിഷേകം നടത്തുക. സന്താന ലാഭത്തിനായിട്ട് സന്താന ഗോപാല അർച്ചന നടത്തുക. ഐശ്വര്യം നേടാനും മംഗളകാര്യങ്ങൾ നടക്കാനുമായിട്ട് സഹസ്രനാമ അർച്ചന നടത്തുക. നേത്ര രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അഭീഷ്ടസിദ്ധിക്കുമായിട്ട് നെയ്വിളക്ക് നടത്തുക. കൂടാതെ രോഗശാന്തിക്കായിട്ട് കഠിന രോഗങ്ങളാൽ ഉഴലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സുദർശന ഹോമം വഴിപാട് ചെയ്തുകൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ വിശേഷങ്ങളായിട്ടുള്ള വഴിപാടുകളെ ചെയ്ത് നമുക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് ഭഗവാൻ തുണയരുളുന്നതാണ്. വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ദിവസത്തിൽ മേൽപ്പറഞ്ഞ വഴിപാടുകളെ ചെയ്താൽ തീർച്ചയായിട്ടും ഭക്തന് ഫലം ലഭിക്കുന്നതായിട്ടാണ് പുരാണങ്ങൾ പറയുന്നത്. ഇന്ന് ഞാൻ ജയ ഏകാദശിയെ കുറിച്ചാണ് അറിയിക്കുന്നത്. മാഘമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ജയ ഏകാദശിയാണ്. ജയ ഏകാദശി ആ പേര് വരാൻ കാരണം അത് ഭീമൻ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ്. പഴയകാല രാജാക്കന്മാർ പാണ്ഡവരും ഒക്കെ ഈ ഏകാദശി വ്രതത്തെ നോറ്റിരുന്നു. അവർ യുദ്ധത്തിൽ ജയിക്കാനും കാര്യവിജയത്തിനും ഒക്കെ ആയിട്ടാണ് ഈ ഏകാദശിയെ നോറ്റിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് ജയ ഏകാദശി എന്നുള്ള പേര് വന്നു. ഭീമൻ ഈ ഏകാദശി വ്രതം എടുത്തതിനാൽ ഭീമ ഏകാദശി എന്ന് പറയപ്പെടുന്നുണ്ട്. ജയ ഏകാദശിയുടെ മറ്റൊരു പേരാണ് ഭീമ ഏകാദശി. ഈ ഏകാദശി വ്രതം നോൽക്കുന്നത് കൊണ്ട് കുടുംബസുഖവും ശ്രേയസ്സും വിജയവും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഫലശ്രുതിയിൽ പറയുന്നത്. ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഏകാദശി വ്രതം എന്ന വീഡിയോയില് വിശദമായിട്ട് ഏകാദശി വ്രതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഏകാദശി വ്രതം പൂർണ്ണമായിട്ട് എടുക്കണം എന്നുള്ള വിഷയം ഗഹനമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹരിവരാസന സമയത്ത് ഭക്ഷണം ഒഴിവാക്കണമെന്നാണ്. ജലപാനം പോലും ഒഴിവാക്കി വ്രതം എടുക്കുന്നവരുമുണ്ട്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര് തുളസി ഇലയിട്ട വെള്ളം കുടിക്കാവുന്നതാണ്. കഴിയുന്നത്ര ഭക്ഷണം ഒഴിവാക്കി, അതായത് അന്നേ ദിവസം 4 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം പാരണ വീടിയതിന് ശേഷം, അതായത് ക്ഷേത്ര ദർശനം ചെയ്തതിന് ശേഷം അരിയാഹാരം ഒഴിച്ചുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് പാരണ വീടാം. പാരണ വീടിയതിന് ശേഷം അതേ ദിവസം അരിയാഹാരം ഒഴിവാക്കി ലഘുവായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട്, അതല്ല ഭക്ഷണം ഒഴിവാക്കി അതേ ദിവസവും കൂടി ആ പാരണ വീഴുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും നമുക്ക് ഈ ഏകാദശി വ്രതത്തെ എടുക്കാം. നമുക്ക് ആ 5 പ്രധാന കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ദശമി ദിവസം, അതായത് തലേ ദിവസം, ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കൽ എടുത്തുകൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് അതേ ദിവസവും അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് വേണം വ്രതം ആരംഭിക്കാനായിട്ട്. ഈ കഴിയുന്ന 3 ദിവസങ്ങളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അന്നേ ദിവസം നിലത്ത് കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്നതിന് ശേഷം കുളിച്ച് ശുഭവസ്ത്രങ്ങൾ ധരിച്ച് ഭഗവത് നാമങ്ങൾ, പ്രത്യേകിച്ച് വിഷ്ണു നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാവുന്നതാണ്. കീർത്തനങ്ങൾ ചൊല്ലാൻ അറിയാവുന്നവർ കീർത്തനങ്ങൾ ചൊല്ലുക. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെയോ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രത്തെയൊക്കെ ജപിക്കാവുന്നതാണ്.
മൂന്നാമത്തെ പ്രധാന പോയിന്റ്, ഭഗവത് കീർത്തനങ്ങൾ കഴിയുന്നത്ര കേൾക്കുക. പാരായണം ചെയ്യുന്നത് കൂടാതെ ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ട് പോയി ദർശനം നടത്തുക. നാലാമത്തെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, ക്ഷേത്രത്തിൽ ചെന്ന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചനകളോ പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ഓർത്തിരിക്കേണ്ട കാര്യം, അന്നത്തെ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അരിയാഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു നേര ഭക്ഷണത്തിൽ ഗോതമ്പ് ഉൾപ്പെടുത്താവുന്നതാണ്. സാധിക്കാത്തവർ പഴവർഗ്ഗങ്ങളോ ഒക്കെ മറ്റോ ഉൾപ്പെടുത്തി നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച്, ശാരീരിക ഘടന അനുസരിച്ചിട്ട് നമുക്ക് വ്രതത്തെ അനുഷ്ഠിക്കാവുന്നതാണ്. തുളസി ജലം മാത്രം കഴിച്ചുകൊണ്ടും ഉപവാസം എടുക്കുന്നവരുണ്ട്. അതിന് സാധിക്കാത്തവർ, കഠിനമായ വ്രതങ്ങൾക്ക് സാധിക്കാത്തവർ ഒരു നേരം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ട് ഉപവാസത്തെ എടുക്കാം. ലഘുവായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടുകൂടി, പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഏകാദശി വ്രതത്തെ എടുത്താൽ 7 ജന്മങ്ങളിലെ, അതായത് ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു പോരുന്ന പാപകർമ്മങ്ങളെ പോലും ഇല്ലാതാക്കും എന്നാണ് ഫലശ്രുതിയിൽ പറയുന്നത്. സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. കർത്തവാവ് കഴിഞ്ഞുള്ള 11ാമത്തെ ദിവസമാണ് ഈ ഏകാദശി വ്രതം വരുന്നത്. അപ്പൊ എല്ലാവരും ജയ ഏകാദശിയുടെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട്, യുദ്ധത്തിൽ ഭീമൻ ജയത്തിനായിട്ട്, പ്രത്യേകിച്ച് പാണ്ഡവരെല്ലാവരും ഈ വ്രതത്തെ നോറ്റതായിട്ട് പറയുന്നുണ്ട്. ഭീമൻ പ്രത്യേകമായിട്ട് ഈ വ്രതം എടുത്തുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് പരിശ്രമിച്ചു. ഭീം ഏകാദശി എന്നും ജയ ഏകാദശി എന്നും പേരുള്ള ഈ ഏകാദശി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഏകാദശി വ്രതമാണ്. ഈ വ്രതം എടുത്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. ഇന്ന് പാർശ്വ ഏകാദശിയുടെ വിശേഷമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഏകാദശിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശി തന്നെയാണ് പാർശ്വ ഏകാദശി. നിരവധി കാര്യങ്ങൾ പാർശ്വ ഏകാദശിയെ കുറിച്ച് അറിയുവാനുണ്ട്. പാർശ്വ ഏകാദശിയുടെ പ്രാധാന്യവും മറ്റു കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദു കലണ്ടറിലെ ചന്ദ്രമാസത്തിൽ, ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിക്കാണ് പാർശ്വ ഏകാദശി എന്ന് പറയുന്നത്. ശുക്ലപക്ഷം എന്നത് ചന്ദ്രൻ ശോഭയോടുകൂടി നിൽക്കുന്ന 2 ആഴ്ചക്കാലമാണ്. ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ ആയിട്ട് ഈ ഏകാദശി വരാവുന്നതാണ്. ഈ വർഷം സെപ്റ്റംബർ 6-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച ചിങ്ങം 21-നാണ് പാർശ്വ ഏകാദശി. ദക്ഷിണായന പുണ്യകാലത്താണ് പാർശ്വ ഏകാദശി വരുന്നത്. ദക്ഷിണായനം എന്നാൽ ദേവീദേവന്മാരുടെ രാത്രികാലമാണ്. ഇത് ചതുർമാസ കാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വളരെ വിശേഷ ഫലങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. പാർശ്വ ഏകാദശി ആചരിക്കുന്നതിലൂടെ, വ്രതം നോക്കുന്നതിലൂടെ, ആ വ്രതം നോക്കുന്ന ആൾ ചെയ്തതായിട്ടുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം. പാർശ്വ ഏകാദശി ഇന്ത്യയിൽ ആകമാനം അപാരമായിട്ടുള്ള അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി ആചരിക്കുന്ന ഒരു ഏകാദശിയാണ്. ഇത് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വാമന ഏകാദശി, ജയന്തി ഏകാദശി, ജൽജിലിനി ഏകാദശി, പരിവർത്തനി ഏകാദശി എന്നിങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് വിഷ്ണു ഭഗവാൻ വിശ്രമിക്കുന്ന കാലഘട്ടമാണ് ചതുർമാസ കാലഘട്ടം. സാധാരണ വിഷ്ണു ഭഗവാൻ ഇടതുവശം ചെരിഞ്ഞു കിടക്കുമ്പോൾ ഈ ചതുർമാസ കാലഘട്ടത്തിൽ മറിഞ്ഞു വലതുവശം തിരിഞ്ഞു കിടക്കുന്ന കാലഘട്ടമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാർശ്വ പരിവർത്തിനി ഏകാദശി എന്നും ഈ ഏകാദശിയെ വിളിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള വാമന ഭഗവാനെ ഈ ഏകാദശി ദിനത്തിൽ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നുണ്ട്. അവിടൊക്കെ ഇതിന് വാമന ഏകാദശി എന്നും പറയാറുണ്ട്. ഇപ്രാവശ്യം ഈ പാർശ്വ ഏകാദശി ഭൂരിപക്ഷ ഏകാദശിയായിട്ടാണ് വരുന്നത്. ഭൂരിപക്ഷ ഏകാദശി പക്ഷമെന്നും ആനന്ദ ഏകാദശി പക്ഷമെന്നും 2 വിഭാഗമുണ്ട്. മുമ്പ് ഞാൻ ഏകാദശി വ്രതത്തെ കുറിച്ച്, മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയുന്നത് ദശമി ബന്ധമുള്ള ഏകാദശിക്കും ആനന്ദപക്ഷ ഏകാദശി എന്ന് പറയുന്നത് ദ്വാദശി ബന്ധമുള്ള ഏകാദശിക്കുമാണ്. അങ്ങനെ 2 പക്ഷത്തിൽ വ്രതം നോൽക്കാറുണ്ട്. ഇത് ഭൂരിപക്ഷ ഏകാദശിയായിട്ടാണ് വരുന്നത്. അതായത് ദശമിയുമായിട്ടാണ് ഈ ഏകാദശിക്ക് കൂടുതൽ ബന്ധം. ഈ ഏകാദശിയിൽ പുണ്യവ്രതം ആചരിക്കുന്നതിലൂടെ ആ വ്യക്തി പ്രപഞ്ചത്തിന്റെ
സംരക്ഷകരായിട്ടുള്ള ശ്രീഹരി വിഷ്ണുവിന്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹത്താൽ അനുഗ്രഹീതരാകും എന്നാണ് വിശ്വാസം. പാർശ്വ ഏകാദശി വ്രതത്തിൽ നിരവധി ഭക്തർ വ്രതമനുഷ്ഠിക്കാറുണ്ട്. ഏകാദശി ഈ 6-ാം തീയതി ആചരിച്ചതിന് ശേഷം 7-ാം തീയതി കാലത്ത് പാരണ വീടിക്കൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിരുന്നാലും അന്നേ ദിവസവും മത്സ്യമാംസാദികൾ ഒഴിവാക്കി വ്രതത്തിന്റെ ലാഞ്ചന തുടരേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, കഠിനമായിട്ടുള്ള വ്രതം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാലുൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ മാത്രം ഭക്ഷിച്ചുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ്. പാർശ്വ ഏകാദശി ദിനത്തിൽ വ്രതം എടുക്കാത്തവർ പോലും മത്സ്യമാംസാദികൾ, ധാന്യങ്ങൾ, അരി, പയറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത്. കുറഞ്ഞ പക്ഷം ഏകാദശി ദിനത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്താൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം പോലെയുള്ള പ്രാർത്ഥനകൾ ഈ ദിവസം ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. കൂടാതെ ഭാഗവതം, നാരായണീയം എന്നിവ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. വളരെ പുരാതനമായിട്ടുള്ള കാലം മുതൽക്കേ പാർശ്വ ഏകാദശി ആചരിച്ചു വരുന്നതാണ്. വ്രതം എടുക്കുന്ന വ്യക്തിക്ക് സന്തോഷവും ആരോഗ്യവും സമ്പത്തും ലഭിക്കും എന്നാണ് പുരാതന വിശ്വാസം. ഇതുകൂടാതെ ഭൂതകാലത്തിലെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. കൂടാതെ ജനനമരണ ചക്രങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ ഭക്തരുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാനും ഈ വ്രതത്തിന് കഴിവുള്ളതായിട്ടാണ് വിശ്വാസം. മറ്റു ചില ഏകാദശി വ്രതത്തിന് ചില കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാർശ്വ ഏകാദശിക്ക് പ്രത്യേക കഥകളൊന്നുമില്ല. മഹാവിഷ്ണുവിന്റെ ശയന പരിവർത്തനം തന്നെയാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പാർശ്വ ഏകാദശിയുടെ മഹാത്മ്യം വളരെയേറെ ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് മറ്റ് ഏകാദശിയേക്കാൾ വളരെ ശ്രേഷ്ഠമായിട്ടാണ് കരുതപ്പെടുന്നത്. അതായത് ഇത് ചാതുർമാസത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. അതായത് ചാതുർമാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പുണ്യം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന മൂല്യമുള്ളതാണ് എന്നാണ് വിശ്വാസം. ഭഗവാൻ കൃഷ്ണനും യുധിഷ്ഠിര രാജാവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പാർശ്വ ഏകാദശിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പാർശ്വ ഏകാദശി മഹാവിഷ്ണുവിന്റെ ശയന പാർശ്വ പരിവർത്തനത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമാണ് ഈ വ്രതം എല്ലാവരും ആചരിക്കുക. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ധാന്യങ്ങളും മറ്റും ഒഴിവാക്കിക്കൊണ്ട് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വ്രതമെടുക്കുക. അതിനും സാധിക്കാത്തവർ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ ജപവും മറ്റ് ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ട് ഈ വ്രതത്തിന്റെ പുണ്യം നേടിയെടുക്കുക. എല്ലാവിധ അഭീഷ്ടങ്ങളും സാധിതമാക്കുന്ന, സബലീകരിക്കുന്ന വ്രതമാണ് സഫല ഏകാദശി. സാധാരണയായിട്ട് ധനു, മകരം മാസങ്ങളിൽ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ സഫല ഏകാദശി വ്രതം വരുന്നത്. പൗഷമാസത്തിലെ, ശകവർഷപ്രകാരമുള്ള പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് സഫല ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. നമുക്ക് ഇനി സഫല ഏകാദശിയുടെ പ്രത്യേകത ഒന്ന് പരിശോധിക്കാം. 5000 വർഷങ്ങൾ ഈശ്വര ആരാധനയിൽ കൂടി നേടുന്ന പുണ്യത്തെ ഒരു സഫല ഏകാദശി വ്രതം നോറ്റാൽ ലഭിക്കും എന്നാണ് നമ്മളുടെ ഭവിഷ്യപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഒക്കെ ആയിട്ട് പറയപ്പെടുന്നത്. ഏതൊരു യജ്ഞം നടത്തുന്ന പുണ്യവും സഫല ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. സഫല ഏകാദശി വ്രതം സാധാരണ ഏകാദശി വ്രതം നോൽക്കുന്നത് പോലെ തന്നെ ആണ്. ഏകാദശി വ്രതം എന്നുള്ള വീഡിയോ കണ്ടിട്ട് അത് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് എന്ന് നോക്കി മനസ്സിലാക്കുക. ദശമി ദിവസം മുതൽ ഏകാദശിക്കും ദ്വാദശിക്കും ഒക്കെ പൂർണ്ണമായിട്ടും അരിഭക്ഷണം ഒഴിവാക്കുക. ഹരിവരാസന സമയത്ത് ജലപാനം പോലും പാടില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് ഒരു നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ്. പഴവർഗ്ഗങ്ങളോ കരിക്കോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്രതത്തിന്റെ പുണ്യം നേടിയെടുക്കാം. അതേ ദിവസം ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. രാവിലെ 3 ദിവസവും രാവിലെ ക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. സഫല ഏകാദശി വ്രതത്തിന്റെ ദിവസം വിഷ്ണു ഭഗവാന് പഴവർഗ്ഗങ്ങൾ കൊണ്ട് പൂജ ചെയ്യുന്നതും പഴവർഗ്ഗങ്ങൾ നേദിക്കുന്നതും വിശേഷ ഫലത്തെ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അറിയാതെ പോലും
സബല ഏകാദശി വ്രതത്തിന്റെ അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് വൈകുണ്ഠ പ്രാപ്തി ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുകയും വൈകുണ്ഠത്തില് എത്തിച്ചേരാനും ഒക്കെ സാധിക്കുന്നതായിട്ടാണ് ഏകാദശി, സബല ഏകാദശിയുടെ ഗുണത്തെക്കുറിച്ച് പറയുന്നത്. പൂർണ്ണമായ മോക്ഷപ്രാപ്തിയാണ് ഭവിഷ്യപുരാണത്തിൽ സബല ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനുമായിട്ടുള്ള സംവാദപ്രകാരം ഈ ഏകാദശി വ്രതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും വിജയം കൈവരിക്കാനായിട്ട് സബല ഏകാദശി വ്രതം നോൽക്കാനും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. യുദ്ധത്തിൽ വിജയിക്കാനും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനും ഒക്കെ ആയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം യുധിഷ്ഠിരനും പാണ്ഡവരും ഈ വ്രതം എടുത്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്രകാരം ഈ വ്രതത്തിന്റെ പുണ്യം ലഭിച്ചതിനാലാണ് അവർക്ക് അന്തിമമായിട്ട് ഒരു വിജയം കൈവരിക്കാനായത് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഏകാദശി വ്രതത്തെ, പ്രത്യേകിച്ച് സബല ഏകാദശി വ്രതത്തെ എടുത്താൽ അവരവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. കൂടാതെ ഈ സബല ഏകാദശി വ്രതത്തിന്റെ പുണ്യത്തെക്കുറിച്ച് മാത്രം കേൾക്കുന്ന, അതായത് വ്രതം നോൽക്കാതെ ഈ പുണ്യത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് രാജസൂയ യജ്ഞം നടത്തിയ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. പൗഷമാസത്തിലെ ഈ സബല ഏകാദശി വ്രതത്തിൽ ഭഗവാനെ അച്യുത രൂപത്തിലാണ് പൂജിക്കേണ്ടത്. അച്യുത അഷ്ടകം തുടങ്ങി മന്ത്രങ്ങള് ചൊല്ലുന്നത് വിശേഷ ഫലം ലഭിക്കുന്നതാണ്. പ്രഭാത സ്നാനത്തിന് ശേഷം വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ വിഗ്രഹത്തില് പുഷ്പം കൊണ്ട് അലങ്കാരമൊക്കെ നടത്തിയിട്ട് ആരതി ഒഴിയുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിൽ തന്നെ ഇപ്രകാരം ഭഗവാന്റെ വിഗ്രഹത്തിൽ ആരതി ഒഴിയുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല ഒരു പുണ്യമായിട്ട് കരുതപ്പെടുന്നു. ഊണുറക്കങ്ങൾ ഒഴിവാക്കി ഭഗവത് നാമങ്ങൾ ചൊല്ലുന്ന ഒരാൾക്ക് ഈ വ്രതത്തിന്റെ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം വിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലുക, ക്ഷേത്ര ദർശനം നടത്തുക, ആവുന്നത്ര മന്ത്രജപം നടത്തുക, സാത്വികമായിട്ടുള്ള ഭക്ഷണ രീതി അനുവർത്തിക്കുക. എല്ലാവരുടെയും എല്ലാ അഭീഷ്ടങ്ങളും അതുമൂലം സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കെല്ലാം വിവിധങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ഈ സബല ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ വ്രതത്തിന്റെ അന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിതമാകുന്നതാണ്. ഇന്ന് തൃപ്രയാർ ഏകാദശിയുടെ മഹാത്മ്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. രാമ ഏകാദശി, രംഭ ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്ന, ഭാരതമാകെ വളരെ വിശേഷമായിട്ട് കൊണ്ടാടുന്ന രാമ ഏകാദശിയുടെ വിശേഷത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള തൃപ്രയാർ എന്ന ക്ഷേത്രത്തിലെ വിശേഷമായിട്ടുള്ള ഉത്സവമാണ് തൃപ്രയാർ ഏകാദശി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഏകാദശിയെ തൃപ്രയാർ ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഭാരതത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ രാമ ഏകാദശി എന്നും ചില സ്ഥലങ്ങളിലൊക്കെ രംഭ ഏകാദശി എന്നും അറിയപ്പെടാറുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ രാമ ഏകാദശിയുടെ വിശേഷങ്ങളും തൃപ്രയാറിലെ ഏകാദശിയുടെ പ്രത്യേകതകളും ചടങ്ങുകളും മറ്റും ഈ വീഡിയോയിലൂടെ അറിയിക്കാം. ഭാരതീയ കലണ്ടർ പ്രകാരം കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയിലാണ് രാമ ഏകാദശി കൊണ്ടാടുന്നത്. കേരളത്തിൽ അത് വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയിലാണ് കൊണ്ടാടുന്നത്. കേരളത്തിലൊഴികെയുള്ള മറ്റു സ്ഥലങ്ങളിൽ ശകവർഷ പ്രകാരം കൊണ്ടാടുമ്പോൾ കേരളത്തിൽ നമ്മളുടെ മലയാള മാസം പ്രകാരമാണ് കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിലും ചില വർഷങ്ങളിലൊക്കെ തീയതികളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. വ്രതാനാമപി സർവേഷാം മുഖ്യം ഏകാദശി വ്രതം എന്നാണ് പറയുന്നത്. എല്ലാ വ്രതങ്ങളിൽ വെച്ചും ഏറ്റവും മുഖ്യവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതുമായിട്ടുള്ള വ്രതമായിട്ടാണ് ഏകാദശി വ്രതത്തെ പറയുന്നത്. മുമ്പ് ഗുരുവായൂർ ഏകാദശി തുടങ്ങിയ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് ഏകാദശി വ്രതത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സർവ പാപങ്ങളിൽ നിന്നും വ്രതമെടുക്കുന്നവരെ രക്ഷിക്കും എന്നുള്ളതാണ് ഈ ഏകാദശിയുടെ പ്രാധാന്യം. രാമ ഏകാദശിയുടെ മഹത്വം കേൾക്കുന്ന ഒരാൾ പോലും വൈകുണ്ഠം പ്രാപിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുതന്നെയാണ് ഈ വ്രതത്തിന്റെ മഹാത്മ്യം. 100 രാജസൂയ യജ്ഞവും 1000 അശ്വമേധവും നടത്തുന്ന ഫലം ഏകാദശി വ്രതം നോക്കുന്നതിലൂടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഏകാദശി വ്രതം നോക്കുന്ന ഒരാൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിജയശ്രീ ലാളിതനാകും എന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് ശ്രീരാമൻ. ശ്രീരാമസ്വാമിയുടെ
പേരിലാണ് ഈ വ്രതത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യയിൽ ഇതിന് രാമ ഏകാദശി എന്നും പറയും. മഹാലക്ഷ്മി ദേവിയുടെ മറ്റൊരു പേരായിട്ട് രാമ ശബ്ദത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷവും ഈ രാമ ഏകാദശി നോക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അഭിവൃദ്ധി, ആരോഗ്യം, സന്തോഷം, ഐശ്വര്യം ഇവ നേടാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെ കൂടി ഈ ഏകാദശി ദിവസത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഏകാദശി തിഥിയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശി ഉപവാസോയം നിർമ്മിതം പരമൌഷധം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് സർവ പാപങ്ങളെയും ഇല്ലാതാക്കി വൈകുണ്ഠ പ്രാപ്തി നൽകുന്ന പരമമായിട്ടുള്ള ഔഷധമാണ് ഏകാദശി വ്രതം എന്നാണ് വിശ്വാസം. ഇനി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ ഏകാദശിയുടെ പ്രാധാന്യത്തെ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. തൃശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിലെ തീവ്ര നദിയുടെ തീരത്തായിട്ടാണ് തൃപ്രയാർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചതുർബാഹിയായിട്ടുള്ള ശ്രീരാമ പ്രതിഷ്ഠയാണ് മുഖ്യമായിട്ടുള്ളത്. സാധാരണ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് മുഖ്യമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് കറുത്ത പക്ഷത്തിലെ ഏകാദശിയാണ്, അതായത് തൃപ്രയാർ ഏകാദശിയായിട്ട് കരുതി ആചരിച്ചു പോരുന്നത്. തൃപ്രയാറിലെ ശിവചൈതന്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി വിശേഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ് പറയുന്നത്. തൃപ്രയാറിൽ ത്രിമൂർത്തി ചൈതന്യം വിളങ്ങുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. തൃപ്രയാറപ്പൻ ലക്ഷ്മി ദേവിയോടും ഭൂമി ദേവിയോടുമൊപ്പം ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് നമ്മളുടെ വിശ്വാസം. സകല ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ തൃപ്രയാറപ്പനെ ഭജിക്കുന്ന ഒരാൾക്ക് ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. തൃപ്രയാറിലെ നിർമാല്യ ദർശനം അതിവിശേഷമായിട്ട് പറയപ്പെടുന്നു. അതുപോലെ തന്നെ രാത്രിയിലെ കാണിക്ക സമർപ്പണവും വിശേഷ വഴിപാടായിട്ടാണ് പറയപ്പെടുന്നത്. ഏകാദശിക്ക് തലേന്ന് ദശമി വിളക്ക് കൊണ്ടാടാറുണ്ട്. അന്ന് പൂർവ്വപ്രതിഷ്ഠയായിട്ടുള്ള ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത്. ശാസ്താവിനെ എഴുന്നള്ളിച്ചാലും അത് വിളക്ക് സമർപ്പിക്കുന്നത് തൃപ്രയാറപ്പൻ ശ്രീരാമസ്വാമിക്ക് തന്നെയായിട്ടാണ് വിശ്വാസം. തൃപ്രയാറിലെ മീനൂട്ട് വളരെ വിശേഷമാണ്. ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാനായിട്ട് മത്സ്യമായിട്ട് ഭഗവാൻ എത്തുമെന്നാണ് വിശ്വാസം. ഭഗവാൻ ആടിയ എണ്ണ വാദപിത്ത കഫരോഗങ്ങൾക്കൊക്കെ അതിവിശേഷമായിട്ടാണ് പറയപ്പെടുന്നത്. ഹനുമാൻ സ്വാമിക്ക് അവിടെ പ്രത്യേക പ്രതിഷ്ഠ ഇല്ലെങ്കിൽ പോലും പ്രത്യേകമായിട്ട് വിശേഷമായിട്ട് വഴിപാടുകൾ ഉണ്ട്. തൃപ്രയാറപ്പനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കേട്ടും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രാമ ഏകാദശി, അതായത് തൃപ്രയാർ ഏകാദശി എപ്രകാരം ആചരിക്കണം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഞാൻ മുമ്പ് ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യം എന്നുള്ള വീഡിയോയിലൂടെ ഏകാദശി അനുഷ്ഠിക്കേണ്ട പൂർണ്ണമായിട്ടുള്ള വിശേഷം അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കാണുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പൊതുവായിട്ടുള്ള ചുരുക്കത്തിൽ കാര്യങ്ങളെ പറഞ്ഞു പോകാം. തൃപ്രയാർ ഏകാദശി വ്രതം ആചരിക്കുന്നവര് തലേന്ന് ഒരിക്കലെടുത്തുകൊണ്ട് ഏകാദശി ദിവസം രാവിലെ ഭഗവാന്റെ ഫോട്ടോ വെച്ച് മാലയൊക്കെ ചാർത്തി ഭഗവത് നാമങ്ങൾ ആലപിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം, സമീപത്ത് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ അർച്ചന തുടങ്ങിയ വഴിപാടുകൾ നടത്താം. അന്നേ ദിവസം തുളസി നുള്ളിയെടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. മന്ത്രജപവും ക്ഷേത്ര ദർശനവും ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഭഗവത് നാമങ്ങൾ ആലപിക്കുക. ഹരിവരാസന സമയത്ത് ജലപാനം പോലും ഒഴിവാക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഹരിവരാസന സമയവും മറ്റും അതാത് വർഷത്തെ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന വീഡിയോകളിൽ പ്രതിപാദിക്കാം. ഏകാദശിയുടെ അവസാന പാദവും ദ്വാദശിയുടെ ആദ്യ പാദവുമാണ് ഹരിവരാസന സമയം. ഈ സമയത്ത് ജലപാനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാമജപം നടത്തുക. അതിനുശേഷം പാരണ വീടിയതിനു ശേഷം ദ്വാദശി ദിവസം ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് വ്രതാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കാം. അതേ ദിവസവും വ്രതശുദ്ധിയോടുകൂടി, അതായത് മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുന്നത് വളരെ വിശേഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ദ്വാദശിക്ക് പാരണ വീടി തുളസി തീർത്ഥം സേവിക്കുക എന്നുള്ളതാണ് വ്രതം മുറിയുവാനുള്ള ചടങ്ങായിട്ട് പറയുന്നത്. ഭാഗവതം, നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി എന്നീ മന്ത്രജപങ്ങളൊക്കെ നമുക്ക് നടത്താം. തൃപ്രയാർ ഏകാദശിയുടെ മഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും
എന്ന് വിശ്വസിക്കുന്നു. രാമ ഏകാദശി, രമ ഏകാദശി എന്നൊക്കെ പറയുന്ന അതിവിശേഷപ്പെട്ട ഏകാദശികളിൽ ഒന്നായിട്ടുള്ള ഈ ഏകാദശിയെ എല്ലാവരും ആചരിക്കുക. അത് വ്രതശുദ്ധിയോടുകൂടി ആ ദിവസത്തെ ഏകാദശി വ്രതത്തെ നോക്കുക. അടുത്ത വീഡിയോയില് സമയക്രമം മറ്റും അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കൂടുതൽ നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.